2 അലിഗേഷൻസാണ് മേജർ രവിയുടെ ഉള്ളത്. ഒന്ന്, മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞു എന്നുള്ളത്. ആനി വരുമ്പോൾ അവരെന്തേ പറഞ്ഞു? അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണെന്നുള്ളത് അല്ലേ? കഥ കണ്ടു, വായിച്ചു. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും. പടം കാണലാണ് മുഖ്യം. അപ്പം അത് വിട്ടേക്ക്. കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു. മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ചങ്ക് തന്നെയാണത്. മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി, അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ അതിന് താഴത്തൊരു പരാമർശം കണ്ടിരുന്നു, ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും ഇയാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ളത് എനിക്കറിയാം. മോഹൻലാലെ കൂടെ നടക്കുന്ന ഒരുത്തനെ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കയറ്റിയിട്ടില്ല. ഇത് അവൻ്റെ ഡ്രാഫ്റ്റാണ്, അവൻ്റേത് തന്നെ പറയുന്നു. ഓക്കെ, കുറച്ച് വയലൻ്റാണ്, അത് നിങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ ഒരിക്കലും, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ്. പക്ഷേ ആരെങ്കിലും ആൻറ്റി നാഷണൽ പ്രൊപ്പഗണ്ട നടത്തിയാൽ അല്ലെങ്കിൽ ആൻറ്റി ഗവൺമെൻറ് നടത്തിയാൽ ഞാനൊരു രാഷ്ട്രവാദിയാണ്, രാഷ്ട്രീയവാദിയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റായിട്ടും ഒപ്പോസ് ചെയ്യും. അതുണ്ട്, രാജ്യവിരുദ്ധത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സത്യത്തെ മറച്ചു വെച്ചു.